നമസ്കാരം. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് അഫ്സൽ എന്നാണ്. എൻ്റെ പേര് മിത്ര. ഞങ്ങൾ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഇക്ബീം ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്കേഴ്സാണ് ഞങ്ങളുണ്ടാവുക. ഓക്കെ. വി എസിനെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണോ? ഓക്കെ. എന്താണ് വി എസും ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ വ്യൂ എന്താണ്? ഇടതുപക്ഷ രാഷ്ട്രീയമായിട്ട് പിന്നെ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നു വി എസിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പാർട്ടിയൊക്കെ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിലും പിന്നീടുണ്ടായിട്ടുള്ള ഒരുപാട് ശക്തമായിട്ടുള്ള നിലപാടുകളിലൊക്കെ ആയിട്ട് മറ്റുള്ള പലരിൽ നിന്നും ഭയങ്കര വ്യത്യസ്തനായി നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമരത്തിൽ നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു മുഖമായിട്ട് വി എസിനെ എല്ലാ സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ. താങ്കൾക്ക് പൂർണ്ണമായിട്ട് ഇല്ല ഫുള്ളി ബ്ലൈൻഡ് ആണ്. ഓക്കെ. അപ്പോൾ വി എസിനെ താങ്കളുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് തുടങ്ങുന്നത് മുതൽ വി എസിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നോ? പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആക്ച്വലി ഞാൻ പിന്നെ എന്താ പറയുക ഇലക്ട്രൽ പൊളിറ്റിക്സ് പാർട്ടി അനുകൂലിക്കുന്ന ആളല്ല. പക്ഷേ സോഷ്യൽ ജസ്റ്റിസിൻ്റെ രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ട് വി എസിൻ്റെ പല നിലപാടുകളും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി, കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു നൂറ്റാണ്ടാണല്ലോ, ഒരു നൂറ്റാണ്ടിൻ്റെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫേസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരാൾ പോകുമ്പോൾ നമ്മളുടെ പ്രസൻസ് കൊണ്ടെങ്കിലും ഇവിടെ ഉണ്ടാകണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇത്ര ദൂരം വന്നു. അതെ, ഒരു വലിയ തയ്യാറെടുപ്പ്, മനസ്സിൽ വലിയൊരു എന്താ പറയുക ഒരു ഫീലിങ്സ് നിൽക്കുന്നുണ്ടല്ലേ? അതെ. നമ്മൾ മിനിഞ്ഞാന്ന് തന്നെ വാർത്ത അറിഞ്ഞ ദിവസം തന്നെ വൈകുന്നേരം പോരാൻ വേണ്ടിയിട്ട് റെഡി ആയതായിരുന്നു. പക്ഷെ അന്ന് പിന്നെ നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് നമ്മൾ ട്രെയിൻ എത്തുന്ന നേരത്തെ ചിലപ്പോൾ ട്രിവാൻഡ്രത്ത് എത്താൻ കഴിയില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ ടൈമിൽ നിന്നൊക്കെ ഒരുപാട് മാറുമെന്നുള്ളത് ഉറപ്പുമായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇന്നലത്തേക്ക് ട്രെയിൻ എടുത്ത് ഇന്ന് വന്നത്. എന്തായാലും സംസാരിച്ചതിൽ നന്ദി. ലാൽ സലാം. ഓക്കെ.